എല്ലാവർക്കും ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്റർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആയിരുന്നു. BCom BBAക്ക് വരുന്ന സെക്കൻഡ് ചാപ്റ്റർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആയിരുന്നു. അത് റിഡംഷൻ എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർ റിഡംഷൻ ചെയ്യാന്നുള്ള ആ കേസസാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. റിഡംഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 രീതികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, റിഡംഷൻ ചെയ്യാം. ഒന്ന്, ഫ്രഷ് ഇഷ്യൂ നടത്തുക, ഷെയർ ഫ്രഷ് ഇഷ്യൂസ് നടത്തുക. അതായത് പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാനായിട്ട് നമ്മൾ പുതിയ ഷെയറുകൾ, ഇക്വിറ്റി ഷെയറോ നമ്മൾ എന്ത് ചെയ്യുക, അത് ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യുക. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിഡംഷൻ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സിന് എടുത്തിട്ട് എങ്ങനെ ചെയ്യാം, റിഡംഷൻ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. കുറച്ച് ഫ്രഷ് ഇഷ്യൂ ഒന്നും ഭാഗികമായിട്ട് പ്രോഫിറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, റിഡംഷൻ ചെയ്യാം. അങ്ങനെ 3 മെത്തേഡുകളാണ്. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ, പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ആ കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് റിഡംഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് ഇപ്പോൾ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. നമുക്ക് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് പറയുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് പഠിച്ചു, DRR പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് CRR എന്ന് പറയുന്ന ടേം പഠിക്കാനുണ്ട്. DR എന്ന് പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആണ്. അതായത് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്ര പർട്ടിക്കുലർ ആയിട്ടുള്ള 25%, മൊത്തം ഫേസ് വാല്യൂവിൻ്റെ 25% നമ്മൾ DRRലേക്ക് മാറ്റി വയ്ക്കുകയാണ്. DRRലേക്ക് മാറ്റി വെച്ച എമൗണ്ടിൻ്റെ 15% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചു ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലേ. അതായത് ഡിവിഡൻഡ് നമുക്ക് കൊടുക്കാൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്കറിയാം, പ്രോഫിറ്റിൽ നിന്ന് എടുത്താണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക അല്ലേ. അങ്ങനെ പ്രോഫിറ്റ്സിൽ നിന്ന് എടുത്ത് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ പ്രോഫിറ്റ്സിൽ നിന്നാണ് നമ്മൾ ഡിബഞ്ചർ റിഡംഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോഫിറ്റ്സിൽ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ അവൈലബിൾ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഫിറ്റ്സിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് നമ്മൾ എന്തായിട്ടും മാറ്റും, DRRലേക്ക് മാറ്റും, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് CRR എന്ന് പറയുന്ന ടേം പഠിക്കാനുണ്ട്. CRR എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആണ്. അത് പ്രിഫറൻസ് ഷെയറിൽ നമ്മൾ മാറ്റിവെക്കുന്ന പെർസെൻറ്റേജ് ആണ് CRR എന്ന് പറയുന്നത്. അത് പ്രോഫിറ്റിന് എടുത്തിട്ട് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ മാറ്റിവെക്കുക, അതാണ് CRR എന്ന് പറയുന്നത്. അപ്പോൾ CRR ഇവിടെയും അങ്ങനെ തന്നെയാണ്. സഫീഷ്യൻ്റ് ആയിട്ട് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് കൊടുക്കാനായിട്ടില്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു റിസർവ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് നമുക്ക് എന്താ നോക്കാം. Redeemable preference shares can be redeemed out of divisible profit. Redeemable preference share redeem ചെയ്യുന്നത് എന്തിനാണ്, divisible profit എടുത്തിട്ടാണ് നമ്മൾ redeem ചെയ്യുക. divisible profit എന്ന് പറയുന്നത് എന്താണ് ശരിക്കും, divisible profits means the profits available for dividend അല്ലേ. ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്സിനെയാണ് നമ്മൾ divisible profits എന്ന് പറയുക. എക്സാമ്പിൾ ഏതൊക്കെയാണ്, divisible പ്രോഫിറ്റിനെയാണ് നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയുക. കാരണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല അല്ലേ. അതിൽ വരുന്നതാണ് ജനറൽ റിസർവ്, റിസർവ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, ഇൻഷുറൻസ് ഫണ്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, വർക്ക്മെൻ ആക്സിഡൻറ്റ് ഫണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, റിസർവ് ഫോർ കണ്ടിജൻസീസ്, ഇതെല്ലാം തന്നെ. അതുപോലെ തന്നെ ഏതൊരു റവന്യൂ ഫണ്ടും അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്തിൽ ഉൾപ്പെടാം, ഇതിനകത്ത് ഉൾപ്പെടാം. അതായത് റവന്യൂ റിസർവ് പ്രോഫിറ്റ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടാം. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതിൻ്റെ ബാലൻസ്, ഇതെല്ലാം തന്നെ എന്തിൽ പെടുന്നതാണ്, ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റിൽ വരുന്നതാണ്. ദീസ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ആർ അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. ഇത്തരം പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആർ നോട്ട് ഡിവിസിബിൾ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരിക്കലും ഇതിനകത്ത് പെടില്ല. ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് അല്ല. എക്സാമ്പിൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എക്സാമ്പിളാണ് ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഇതെല്ലാം തന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റിന് എക്സാമ്പിളാണ്. ഈ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ദീസ് ആർ നോട്ട് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റിസർവോ അതുപോലെ പ്രോഫിറ്റോ അല്ല. ഹെൻസ് ദീസ് ആർ നോട്ട് യൂസ്ഡ് ടു റെഡീം പ്രിഫറൻസ് ഷെയർ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോഫിറ്റ്, അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റുകളൊന്നും തന്നെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കില്ല, റെഡീം ചെയ്യാനായിട്ട്, പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാനായിട്ട് ഒരിക്കലും ഈ പ്രോഫിറ്റിനടുത്ത് നമ്മൾ ഉപയോഗിക്കില്ല. അതർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ദ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഓർ റിസർവ്സ് ക്യാൻ നോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഒരിക്കലും റിഡംഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യില്ല. പ്രിഫറൻസ് ഷെയറിൻ്റെ റിഡംഷൻ പർപ്പസിന് വേണ്ടി ഒരിക്കലും നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല, ക്യാപിറ്റൽ പ്രോഫിറ്റ് യൂസ് ചെയ്യില്ല. ഇൻ ദ കേസ് ഓഫ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻ എമൗണ്ട് ഈക്വൽ ടു ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് സോ റിഡീംഡ് should be transferred from divisible profit to capital redemption reserve account. നമ്മൾ DRRൽ പഠിച്ച പോലെ തന്നെ എത്രയാണ് നമ്മൾ റെഡീം ചെയ്യേണ്ട ഡിബഞ്ചർ, അതിൻ്റെ ഫേസ് വാല്യൂൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ DRRലേക്ക് മാറ്റി വയ്ക്കണമല്ലോ. അതായത് സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ആ സിറ്റുവേഷനിൽ ഇല്ലെങ്കിൽ ആ റിസർവ് നമ്മൾ യൂസ് ചെയ്യില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, റിഡംഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ് നിന്ന് മാറ്റി വയ്ക്കുമ്പോൾ, അതായത് പ്രോഫിറ്റ് നമ്മൾ റിഡംഷന് വേണ്ടിയിട്ട് എമൗണ്ട് എടുക്കുമ്പോൾ, ഏത് പ്രോഫിറ്റ് നിന്ന് ഡിവിസിബിൾ പ്രോഫിറ്റിന് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ എമൗണ്ട് എവിടേക്ക് മാറ്റണം, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് വാല്യൂ ഒരു
എമൗണ്ടിന് ഈക്വൽ ആയിട്ട് നമ്മൾ എവിടേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം. എന്തിനാണ് നമ്മൾ CRRലേക്ക് മാറ്റുന്നത്? ആ സെയിം പർപ്പസ് തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ DRRലേക്ക് മാറ്റുന്നത് അതേ സെയിം പർപ്പസ് തന്നെയാണ് CRRലേക്ക് മാറ്റുന്നതിനെയും പർപ്പസ്. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് നമുക്കില്ലാത്ത സിറ്റുവേഷൻ വരാം. അതുപോലെ ക്യാപിറ്റൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് സേഫ് ഗാർഡ്, ക്രെഡിറ്റേഴ്സിന് ഒരു സേഫ് ഗാർഡായിട്ട്, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈബിലിറ്റി ആണല്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ പെട്ടെന്ന് പൈസ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ CRR നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? CRR യൂസ് ചെയ്യുന്നത്. അപ്പോൾ CRR നമ്മൾ മാറ്റിവെക്കുന്നത് പ്രോഫിറ്റ്സിൽ നമ്മൾ റിഡംഷൻ പർപ്പസിന് വേണ്ടി പ്രോഫിറ്റ്സിന് എടുക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്സിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് നമ്മൾ CRRലേക്ക് നമ്മൾ മാറ്റിവെക്കും. DRR പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ മാറ്റിവെക്കുന്നത്. നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം. ആദ്യം നമുക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിവെക്കുന്ന എൻട്രി നമ്മൾ അവിടെ പഠിച്ച പോലെ തന്നെയാണ്. അവിടെ നമ്മൾ SOPL സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റഡ് ടു DRR പഠിച്ച പോലെ തന്നെ ഇവിടെ എന്ത് വരും? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് CRR നമുക്ക് എഴുതാം. രണ്ടാമത്തെ എൻട്രി ഷെയർ റിഡംഷൻ ചെയ്യുമ്പോൾ എൻട്രിയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ ഡ്യൂ വരുമ്പോൾ എൻട്രി നമ്മൾ എഴുതാറില്ലേ സാധാരണ? അവിടെയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ എഴുതിയത് അല്ലേ? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡർ എന്നാണ് അവിടെ പഠിച്ചത്. ഇവിടെ എന്ത് വരും? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് നമുക്ക് ഡ്യൂ വരുമ്പോൾ എൻട്രി. അത് പേയ്മെൻറ്റ് നടത്തുമ്പോൾ എൻട്രിയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. ഇതാണ് ഫസ്റ്റ് കേസിൽ നമ്മൾ റിഡീം ചെയ്യുന്നത് പാറിലാണെങ്കിലുള്ള എൻട്രി ഇതാണ്. ഇനി അടുത്ത് റിഡീം ചെയ്യുന്ന പ്രീമിയത്തിലാണെങ്കിൽ എന്താ എൻട്രി വരാം? പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ DRRലേക്ക് മാറ്റുന്ന എൻട്രി നമ്മൾ നോർമലി നമ്മൾ എഴുതണം. DRRലേക്ക് മാറ്റുന്ന എൻട്രി എന്താ വരിക? CRRലേക്ക് മാറ്റുന്ന എൻട്രി എന്താ വരിക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റഡ് ടു CRR. അതെല്ലാ കേസിലും നമുക്ക് CRRലേക്ക് ഇത്ര പർട്ടിക്കുലർ ആയിട്ടുള്ള പെർസെൻറ്റേജ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അതിൽ നിന്ന് എമൗണ്ട് എടുത്ത് നമുക്ക് എത്ര എമൗണ്ട് ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുക്കേണ്ടത് അത്രയും എമൗണ്ട് നമ്മൾ CRRലേക്ക് മാറ്റണം. അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ CRRലേക്ക് മാറ്റണം. അപ്പോൾ ആ എമൗണ്ടിൻ്റെ എൻട്രി ചെയ്താൽ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. രണ്ടാമത് നമുക്കറിയാം അത് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലായിരിക്കും, റിഡംഷൻ ചെയ്യേണ്ടത് പ്രീമിയത്തിലായിരിക്കും. അപ്പോൾ റിഡംഷൻ ചെയ്യുന്ന പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയത്തിൻ്റെ റിഡംഷൻ ഉണ്ടല്ലോ അത് നമുക്ക് എന്ത് ചെയ്യണം? അത് റിഡീം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉപയോഗിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചു അല്ലേ? അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് അറ്റഡ് ടു പ്രീമിയം ഓർ റിഡംഷൻ. അപ്പോൾ റിഡംഷൻ്റെ പ്രീമിയം വേണമെങ്കിൽ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉപയോഗിച്ചോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റെഡീം ചെയ്യാം. അതിൻ്റെ എൻട്രിയാണ് അടുത്ത എൻട്രി. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള എൻട്രി. അതായത് ഇഷ്യൂ അവിടെ നമ്മൾ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലല്ലേ? അപ്പോൾ പ്രീമിയം എന്താ? ഡെബിറ്റ് ആവും. അതിൻ്റെ എൻട്രിയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അത് പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ സാധാരണ പഠിച്ച എൻട്രി തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു എന്ത് വരും? ബാങ്ക് എന്ന് വരും. ഇതാണ് നമ്മുടെ രണ്ട് സിറ്റുവേഷൻസിൽ വരുന്ന എൻട്രീസ്. ഒന്ന് റിഡീം ചെയ്യുന്നത് പാറിൽ, രണ്ട് റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിൽ. റിഡീം ചെയ്ത് പ്രീമിയത്തിലാണെങ്കിൽ ഫസ്റ്റ് എൻട്രി നമ്മൾ CRRലേക്ക് പോകുന്നതിന് വേണ്ടി എത്ര എമൗണ്ടാണ് നമ്മൾ റിഡംഷൻ ചെയ്യേണ്ടത് അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ CRRലേക്ക് മാറ്റണം. അതിന് എൻട്രിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ടു CRR. രണ്ടാമത് റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അതിൻ്റെ എൻട്രി എന്ത് വരും? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ലാസ്റ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യാം. The following extract from the balance sheet of Sun Limited as at 31st December 2020 is given to you. ഷെയർ ക്യാപിറ്റൽ എന്നിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള ഷെയർ ക്യാപിറ്റലുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വന്നേക്കുന്നത് 1 lakh ആണ്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും 1 lakh. ക്യാപിറ്റൽ റിസർവ് ഉണ്ട് 50,000, ജനറൽ റിസർവ് ഉണ്ട് 30,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട് 85,000. ദ കമ്പനി എക്സസൈസ് ഇറ്റ്സ് ഓപ്ഷൻ ടു റിഡീം ദ പ്രിഫറൻസ് ഷെയർസ് ഓൺ 1st January 2020. ഗിവ് ജേണൽ എൻട്രീസ് ടു റെക്കോർഡ് ദ റിഡംഷൻ. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം നമ്മൾ CRRലേക്ക് പോകുന്ന എൻട്രി അല്ലേ? അപ്പോൾ CRRലേക്ക് പോകുന്ന പറഞ്ഞാൽ നമ്മൾ എത്ര പ്രിഫറൻസ് ഷെയർ ആണോ റിഡീം ചെയ്യേണ്ടത് അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ എവിടേക്ക് മാറ്റണം? CRRലേക്ക് മാറ്റണം. ഇവിടെ എത്രയും പ്രിഫറൻസ് ഷെയർ ഉള്ളത്? 1 lakh അല്ലേ? അപ്പോൾ 1 lakhന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ CRRലേക്ക് മാറണം. അത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടോ നോക്കണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസിൽ 85,000 ഉള്ളൂ. നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ഇല്ലെങ്കിൽ മാത്രമേ രണ്ടാമത് ജനറൽ റിസർവ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം ഇവിടെ പ്രിഫറൻസ് ഷെയർ നമ്മൾ റിഡീം ചെയ്യേണ്ടത് 1 lakh rupees ആണ്. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ആകെ 85,000 rupees ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയൊരു കുറവുണ്ടല്ലോ, ഒരു 15,000 കുറവുണ്ട്. ആ 15,000 നമുക്ക് എവിടെ നിന്ന് എടുക്കാം? ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. ജനറൽ റിസർവ് മൊത്തം 30,000 ഉണ്ട്. പക്ഷേ 30 എടുക്കേണ്ട കാര്യമില്ല, കാരണം 1 lakhന് ഈക്വൽ ആയിട്ട്, അതായത് റിഡീം ചെയ്യേണ്ടത് എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ടിന് ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? CRRലേക്ക് മാറ്റിയാൽ മതിയല്ലോ. അതായത് ഫേസ് വാല്യൂ, നോമിനൽ വാല്യൂ ഓഫ് ഷെയർ റിഡീംഡ് ടു എന്താണ്? പ്രിഫറൻസ് ഷെയർ അല്ലേ? അപ്പോൾ അതിൻ്റെ എൻട്രി നമുക്ക് എഴുതാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് CRR.
അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസിൽ നിന്ന് 85,000ഉം ജനറൽ റിസർവിൽ നിന്ന് 15,000 എടുത്ത കാരണമാണ് അവിടെ ആ രണ്ടാണ് എഴുതിയേക്കുന്നത്, ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസിൽ 1 lakh ഉണ്ടെങ്കിൽ ആകെ ഒരു എൻട്രി വരുള്ളൂ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു CRR എന്ന് മാത്രമേ വരുള്ളൂ. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ഫുള്ളായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജനറൽ റിസർവിൽ നിന്ന് 15,000 എടുത്തേക്കുന്നത്. അപ്പോൾ ആ എൻട്രി എഴുതി. രണ്ടാമത് ഇവിടെ നമുക്കറിയാം റിഡീം ചെയ്യുന്ന കേസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പാറിലായിരിക്കും. പാറിലാണെങ്കിൽ നമ്മൾ എൻട്രി പഠിച്ചിട്ടുണ്ട്. എന്താണ് എൻട്രി? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1 lakh, അത് പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള എൻട്രിയാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് 1 lakh. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അവർ നോട്ട് കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു യൂസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് CRR. നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. ആദ്യം നമ്മൾ CRRലേക്ക് മാറ്റണമെങ്കിൽ ആദ്യം എന്തിനെ കൺസിഡർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കൺസിഡർ ചെയ്യണം. ഹെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ് ഫസ്റ്റ് ആൻഡ് ബാലൻസ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ജനറൽ റിസർവ്. ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് വേണം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഇനി ബാലൻസ് വേണമെങ്കിൽ മാത്രം നമ്മൾ എവിടെ നിന്ന് എടുക്കുക? ജനറൽ റിസർവിൽ നിന്ന് എടുക്കുക. ക്യാപിറ്റൽ റിസർവ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ദിസ് പർപ്പസ്. ഒരിക്കലും ക്യാപിറ്റൽ റിസർവ് CRRലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, അത് ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ല. ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? എന്തിലേക്ക് മാറ്റുക? റിഡംഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് ഡിവിസിബിൾ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? CRRലേക്ക് മാറ്റണമെന്ന് പ്രത്യേകം ഒരു നോട്ടൊക്കെ പഠിച്ചു നമ്മൾ ആദ്യം അല്ലേ. അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് മാത്രമേ CRRലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഡിവിസിബിൾ പ്രോഫിറ്റ് മീൻസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരിക്കലും, ക്യാപിറ്റൽ റിസർവ് ഒരിക്കലും എന്തല്ല, ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഒരിക്കലും എന്തല്ല, ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ല അല്ലേ. നമ്മൾ പഠിച്ചു ക്യാപിറ്റൽ പ്രോഫിറ്റിൽ എന്തൊക്കെയാണ് വരാന്നുള്ളത് പഠിച്ചു. ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്, അതൊക്കെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ വിടുക. അതൊരിക്കലും CRRലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത യൂട്ടിലൈസേഷൻ ഓഫ് CRR. ഈ CRR നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? നമ്മൾ DRR പഠിച്ച പോലെ തന്നെയാണ്. അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് CRR അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ പെയ്ഡപ്പ് ചെയ്യാനായിട്ട്, ഫുള്ളി പെയ്ഡ് ഫുള്ളായിട്ട് അടച്ച ബോണസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ബോണസ് ഷെയർസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CRR ഉപയോഗിക്കുക. CRR ക്യാൻ നോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ എനി എന്താണ് അതർ പർപ്പസ്. ഒരിക്കലും CRR വേറെ ഏതൊരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. എന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ പഠിച്ചില്ല, ഡിവിഡൻഡ് കൊടുക്കാനായിട്ടില്ലാത്ത സിറ്റുവേഷനിൽ DRR നമുക്ക് ഉപയോഗിക്കാമെന്നൊക്കെ പഠിച്ചു. നമ്മൾ അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് ബോണസ് ഷെയർ അല്ലേ. ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിവിഡൻഡ് കൊടുക്കാനില്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ബോണസ് ആയിട്ട് നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ ക്യാഷ് പൊസിഷൻ കുറയാണ്ടിരിക്കാൻ ബോണസ് ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ കൊടുക്കാനായിട്ട്, ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ബോണസ് ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ CRR നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നമുക്കിനി പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ റിഡംഷൻ. റിഡംഷന് ശേഷം നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഔട്ട് ഓഫ് പ്രോഫിറ്റ്സിന് എങ്ങനെയാണ് റിഡംഷൻ ചെയ്യുക എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ CRRും DRR കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. DRR എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആണ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ പ്രോഫിറ്റ്, ഡിവിഡൻഡ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന അവൈലബിൾ പ്രോഫിറ്റ്സിന് നമ്മൾ, അല്ലെങ്കിൽ നമുക്കറിയാം അവിടെ പല രീതിയിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ്, ക്യാപിറ്റലിൻ്റെ അടുത്ത് നമ്മൾ റിഡംഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ DRRലേക്ക് മാറ്റി വയ്ക്കും. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആണ്. അപ്പോൾ ഈ റിഡംഷൻ മൂലം ചിലപ്പോൾ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാനോ ബോണസ് ഷെയർ കൊടുക്കാനോ ഒക്കെ കമ്പനിക്ക് ചിലപ്പോൾ എമൗണ്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? DRR യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് CRR പ്രത്യേകം പറയുന്നുണ്ട് ഒരിക്കലും മറ്റുള്ള പർപ്പസിന് വേണ്ടി CRR ഉപയോഗിക്കരുത്. ബോണസ് ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കാനായിട്ട്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. ബോണസ് ഷെയർ കൊടുക്കാൻ വേണ്ടി മാത്രമേ CRR ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ രണ്ട് കോൺസെപ്റ്റ് എപ്പോഴും മൈൻഡിൽ വെച്ചിരിക്കുക. അത് വെച്ചിട്ട് വേണം നിങ്ങൾ എല്ലാ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.